എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് പാഠഭാഗം പാപമോചനം 34-ാമത്തതാണ് പറയുന്നത്. ഏകദേശം കഴിയാനായി. അപ്പൊ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ആത്മാവും ബ്രഹ്മവും അറിവിൽ ഏകമായിരിക്കുന്നതാണ് എന്നാണ് അറിഞ്ഞത്. രണ്ടും ഒന്ന് തന്നെ. ആത്മാവ് എന്ന ഞാനും ഈ അനന്തമായ വസ്തുസത്തയും, അതായത് ബ്രഹ്മവും ഒന്ന് തന്നെ. അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു വരികയാണ്. അപ്പൊ ഗുരു ഇപ്പൊ പറയാണ്, ആത്മാവും ബ്രഹ്മവും ഇതിന് രണ്ടിനെയും പല വശങ്ങളിൽ നിന്നുകൊണ്ട് കാണാം. അതിൽ ഒന്നു മാത്രമാണ് കഴിഞ്ഞ പാഠത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെയുള്ള മറ്റു പലതും തനിക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. അതിനുവേണ്ടി മറ്റ് പല ഉപനിഷത്തുകളെയും ആശ്രയിക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ദശോപനിഷത്തുകളിൽ അന്വേഷിക്കാം. വേദാന്ത ശാസ്ത്രത്തിന് നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു പ്രസ്ഥാനത്രയം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇതൊക്കെ ഒരു അക്കാഡമിക് നോളജ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്, അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രസ്ഥാനത്രയം എന്നത് ഭഗവത്ഗീത, ദശോപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഇങ്ങനെ മൂന്നെണ്ണമാണ്. ഇതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. അതായത് വേദാന്ത ശാസ്ത്രത്തിനെ അറിഞ്ഞ് അനുഭവിക്കാൻ ഈ മൂന്ന് ശാസ്ത്രങ്ങളും നമുക്ക് സഹായകമായി തീരും. ആദ്യം ഭഗവത്ഗീത നല്ലവണ്ണം അറിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പതുക്കെ ഉപനിഷത്തുകളിലോട്ട് കടക്കാം. ഉപനിഷത്തുകളിൽ നിന്നും ബ്രഹ്മസൂത്രത്തിലോട്ടും കടക്കാം. വേദങ്ങളെ രസിച്ചതിന് ശേഷം വ്യാസര് ജ്ഞാനകാണ്ഡത്തിൽ നിന്നും എടുത്തെഴുതി വെച്ചിരിക്കുന്നതാണ് സൂത്രങ്ങൾ. ബ്രഹ്മസൂത്രം 555 സൂത്രങ്ങളാണ്. സൂത്രങ്ങളും ശ്ലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസം, സൂത്രം ഒരു വരിയായിരിക്കും, അർത്ഥപൂർണമായ ഒരു വരി. അപ്പോ ശ്ലോകം അങ്ങനെയല്ല. ശ്ലോകം ഛന്ദസ്സൊക്കെ അനുസരിച്ചിട്ടാണ് എഴുതുന്നത്. അതിനകത്ത് അനേകാക്ഷരങ്ങളും വരികളും അതൊക്കെ കാണും. പക്ഷെ സൂത്രം ഒരേ ഒരു വരിയില് അർത്ഥസമ്പൂർണമായിരിക്കും. അങ്ങനെയുള്ള 555 സൂത്രങ്ങൾ എഴുതിയാണ് ബ്രഹ്മസൂത്രം എഴുതിയിരിക്കുന്നത്. ആ ബ്രഹ്മസൂത്രത്തിൽ നിന്നാണ് ഈ ഉപനിഷത്തുകളെല്ലാം വന്നിരിക്കുന്നതെന്നാണ്. ആ ഉപനിഷത്തുകളുടെ എല്ലാം സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. അപ്പോ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം സമീപിക്കേണ്ടത് ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥത്തിനെയാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്നും ഉപനിഷത്തിലോട്ട് കടക്കാം, ഉപനിഷത്തുകളിൽ നിന്നും ബ്രഹ്മസൂത്രത്തിലോട്ട്. പക്ഷെ സത്യം ഒന്നാണ്. ആ സത്യം ഒന്നാണെന്ന് എത്ര പെട്ടെന്ന് ഉറപ്പിക്കുമോ അത്രയും അനുഭവം ശാന്തമാകും. നമ്മൾ അന്വേഷിക്കുന്നതും ശാന്തിയാണ്, മോക്ഷമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യത്തിനെ മറക്കാതെ യാത്ര ചെയ്താൽ ഈ പ്രകൃതി തന്നെ നമ്മളെ അവിടെ എത്തിക്കും. അപ്പോ ഇവിടെ അതുകൊണ്ടാണല്ലോ അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും ഗുരു പോലും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, സ്വാമി ഇതിനകത്ത് ഇനിയിപ്പോ കർമ്മവും പുനർജന്മവും പറയുമ്പോ അതിനകത്ത് ഭഗവത്ഗീതയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഭഗവത്ഗീതയുടെ കർമ്മം, ജ്ഞാനം, പിന്നെ അവസാനത്തെ 13-ാമത്തെ അധ്യായം മുതലുള്ള കുറച്ച് പാഠഭാഗങ്ങൾ, ഇത്രയും ചേർത്തിട്ടാണ് കർമ്മവും പുനർജന്മവും പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഉപനിഷത്തുകളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞ മുനി നാരായണപ്രസാദ് സ്വാമി ആ ഭഗവത്ഗീത അവസാനം കൊടുത്തിരിക്കുന്നത്, അനുബന്ധമായിട്ട് കൊടുത്തിരിക്കുന്നത് പോലും ഈ ഒരു അർത്ഥതലത്തിലാണ്. പ്രസ്ഥാനത്രയത്തിന്റെ ഭഗവത്ഗീത അറിഞ്ഞിരിക്കണം. ഭഗവത്ഗീതയുടെ ഒരു ഭാഗം അവിടെ പറഞ്ഞതുപോലും നമ്മൾ ഭഗവത്ഗീതയിലൂടെ ഉപനിഷത്തുകളെ ആശ്രയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിന് ഞാനൊന്ന് വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. മറ്റു ചില ഉപനിഷത്തുകളെ അതിനുവേണ്ടി ആശ്രയിക്കുകയും ചെയ്യാം എന്ന് പറയുകയാണ്. അടുത്ത ഹരി പറഞ്ഞു, ആത്മാവിനെയും ബ്രഹ്മത്തെയും ചിലപ്പോൾ അഗ്നിയോടും സൂര്യനോടും ഉപമിച്ച് കാണാറുള്ളത് എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ മനസ്സിലായി എന്നാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ 15-ാമത്തെ മന്ത്രവും 18-ാമത്തെ മന്ത്രവും, 15-ാമത്തത് ഹിരൺമയേന പാത്രേണ എന്ന് പറഞ്ഞ ആ മന്ത്രവും, ഇപ്പൊ ഇവിടെ പറയുന്ന അഗ്നേ നയസ്സു പതാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോദ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. ഈ ശ്ലോകവും സൂര്യനെയും അഗ്നിയെയും കുറിച്ചുള്ളതാണ്.
അപ്പൊ എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സഗുണമായി ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കുകയാണ്. ബ്രഹ്മം രൂപമില്ലാത്തതും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമായ അറിവാണ്. അറിവിനെ ആദ്യം അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ പുറമേ കാണുന്ന ചില രൂപങ്ങളിൽ അതിനെ കാണാൻ, കണ്ടെത്താൻ ആശ്രയിക്കാറുണ്ട്. അങ്ങനെയുള്ള രണ്ട് വസ്തുക്കളാണ് സൂര്യനും അഗ്നിയും ഒക്കെ. കാരണം പ്രകാശിക്കുന്നത് എന്നാണ് അറിവേ സ്വരൂപമായ വസ്തുവിനെ ആദ്യം കാണാനുള്ള ഉപായം. ഉണ്മ സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കണമെങ്കിൽ ഏതൊരു വസ്തുവും സ്വയം പ്രകാശിക്കുന്നതായിരിക്കണം. അപ്പൊ സ്വയം പ്രകാശിക്കുന്ന വസ്തുവിനെ അനുഭവമായി കാണാൻ സാധിക്കാത്തതുകൊണ്ട് ആദ്യം നമ്മള് പരോക്ഷമായി ആശ്രയിക്കുകയാണ് പുറമെ, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും. അതുപോലെ പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നതിനെയൊക്കെ ആശ്രയിക്കുമ്പോൾ അവിടെ സൂര്യനെയും അഗ്നിയെയും ആശ്രയിക്കുന്നു എന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ, ഇത് 18ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കിയാല്, അല്ലയോ അഗ്നിദേവ, എല്ലാ കർമ്മങ്ങളെയും അറിയുന്ന അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ശോഭനമായ മാർഗത്തിലൂടെ നയിച്ചാലും ആണ്. എന്നിൽ നിന്നും വഞ്ചനാത്മകമായ തടസ്സങ്ങളെ ഒഴിവാക്കി തരേണമേ. അങ്ങേക്ക് ബഹുതരമായ നമസ്കാരത്തെ ചെയ്യുന്നു. ഒരു ജീവൻ ബ്രഹ്മത്തിലെത്താൻ, ആ സത്യസ്വരൂപത്തെ അറിയാൻ കാണുന്ന പ്രകാശവസ്തുവായ അഗ്നിയോട് അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ വഞ്ചന ചെയ്യുന്ന എന്റെ മനസ്സൊന്ന് മാറ്റിത്തരൂന്നാണ്. ആരാണ് ഇവിടെ വഞ്ചന ചെയ്യുന്നത്? അതായത് ഈ ജീവൻ അജ്ഞാനം കൊണ്ട് സ്വയം കർത്താവാണ് എന്ന് കരുതുന്നു. അത് തന്നെ നമ്മുടെ വഞ്ചന. വിചാരം ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ കർത്തൃത്വഭാവത്തിനെ ശ്രദ്ധിക്കണം. ഇനി നാരായണ ഗുരുദേവന്റെ പരിഭാഷ: അഗ്നി ഗതിക്കായി വിടുക സന്മാർഗത്തൂടെ ഞങ്ങളെ, ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവാനി, വഞ്ചനം ചെയ്യുമേനസ് ഞങ്ങളിൽ നിന്ന് മാറ്റുക, അങ്ങേക്ക് ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം. അതായത് ബ്രഹ്മസ്വരൂപമായ വസ്തു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്, അറിവാണ്. ആ അറിവേ സ്വരൂപമായ വസ്തുവിലാണ് കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷെ ഈ അജ്ഞാനം കൊണ്ട് ജീവൻ കരുതുന്നു ഈ കർമ്മങ്ങളെല്ലാം നടത്തുന്നത് ഞാനാണ്. ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഈ കാണുന്ന ദുരിതം. കാരണം അറിയാതെ, സത്യം എന്തെന്ന് അറിയാതെ, പരമകാരണം അറിയാതെ, ഇതെല്ലാം എവിടെയാണ് നടക്കുന്നതെന്ന് ലേശം പോലും ചിന്തിക്കാതെ, ഇതെല്ലാം എന്തിന്റെ ഫലമാണ് ഈ കാണുന്ന കർമ്മമെന്ന് യാതൊരു രീതിയിലും പഠിക്കാതെ, നമ്മൾ ഏതോ ഒരു മനോഭാവത്തില് വെറുതെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നു. ഇത് ഞാനാണ്, എന്റെ കർത്തൃത്വമാണ്, എന്റെ കർമ്മമാണ്, ഞാനാണ് കർത്താവ്, അതുപോലെ ഇതെല്ലാം എന്റെ കർമ്മ വൈഭവം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു കർമ്മങ്ങളെയും ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായി ആനന്ദത്തോടെ ചെയ്യാൻ സാധിക്കാത്തത്. കർമ്മത്തിൽ വൈഷമ്യം വരുന്നത് ബ്രഹ്മത്തെ മറക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് ആത്മാവും ബ്രഹ്മവും അറിഞ്ഞ് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ഒരു അനുഭവത്തോടുകൂടി, നല്ല ഉറപ്പോടുകൂടി ഇപ്പൊ ഈ പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇത് കഴിയുമ്പോ തന്നെ നമ്മുടെ കർത്തൃത്വം കുറയ്ക്കാം. കുറെ നമ്മുടെ ഈ പറയുന്ന തെറ്റിദ്ധാരണകളെ ഈ കർമ്മത്തിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ കർമ്മം പൂർണ്ണമാകും. ആ കർമ്മത്തിന് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു ഫലം എന്ന് പറഞ്ഞാൽ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, കർമ്മത്തിൽ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, ഫലത്തിലില്ല എന്ന് ഭഗവത്ഗീത പറയുന്ന ആ ഭാവം കർമ്മത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ്. അതുകൊണ്ട് അഗ്നിയെ ഇവിടെ എല്ലാ കർമ്മങ്ങളും അറിയുന്ന ദേവനായി കാണുന്നു. ആരുടെ കർമ്മങ്ങളാണത്? അപ്പോ ഈ കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നടക്കുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഇതിനെ നമുക്ക് ഇനി പറയുന്നതിനെ കേൾക്കാൻ. അപ്പോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈശാവാസ്യ ഉപനിഷത്ത് ശുക്ല യജുർവേദ സംഹിതയിലാണ് വരുന്നത്. അതായത് നമ്മൾ പറയുമ്പോ ഉപനിഷത്തുകള് സാധാരണ രീതിയിൽ വരുന്നത് ജ്ഞാനകാന്ഡ ഭാഗത്താണ്, അവസാനം. അതായത് വേദാന്തം എന്നാണ് പറയാ, വേദത്തിന്റെ അവസാനം എന്നാണ്. പക്ഷേ ഈശാവാസ്യ ഉപനിഷത്ത് ജ്ഞാനകാന്ഡ ഭാഗത്തല്ല വരുന്നത്, കർമ്മകാന്ഡ ഭാഗത്തില് മന്ത്രം സംഹിത എന്ന് പറഞ്ഞ ഭാഗത്താണ്. മന്ത്രം അല്ലെങ്കിൽ സംഹിത. അപ്പൊ വേദങ്ങളെ നാലായി നമ്മള് തിരിക്കുന്നുണ്ട്. ആ ഓരോ വേദവും ഋഗ്വേദത്തിന് വീണ്ടും നാലായി
ഭാഗം ചെയ്താൽ അതില് ആദ്യം വരുന്നത് ബ്രാഹ്മണം, അത് കഴിഞ്ഞാൽ മന്ത്രം, സംഹിത, ആരണ്യകം, ഉപനിഷത്ത്, അങ്ങനെയാണ്. അപ്പോ ആ 4 ഭാഗത്തിൽ ഉപനിഷത്താണ് വേദാന്തം, വേദങ്ങളുടെ അവസാനം, അറിവിന്റെ അവസാനം. ആ ഭാഗത്താണ് സാധാരണ ഉപനിഷത്തുകളെല്ലാം കാണപ്പെടുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈശാവാസ്യ ഉപനിഷത്ത് കർമ്മകാണ്ഡ ഭാഗത്തിൽ മന്ത്രം സംഹിത എന്ന് പറഞ്ഞ ഭാഗത്താണ് കാണുന്നത്. മന്ത്രം അല്ലെങ്കിൽ സംഹിത എന്നാണ്. അതില് ശുക്ല യജുർവേദ സംഹിതയിലാണ് ഇത് വരുന്നത്. യജുർവേദത്തിലാണ് വരുന്നത്. യജുർവേദ സംഹിതയാണ്, മന്ത്രം അഥവാ സംഹിതയിലെ സംഹിതയാണ് പറഞ്ഞത്. അപ്പോ പക്ഷെ വേദങ്ങൾക്ക് സാധാരണമായ ചില പരാമർശങ്ങള് ഉണ്ടാവാറുണ്ട് കർമ്മകാണ്ഡത്തില്. അതുമൊക്കെ ഇതിൽ വരുന്നു പോകുന്നുണ്ട് ഈശാവാസ്യത്തില്. ആ ഉപനിഷത്തിന്റെ അവസാന മന്ത്രങ്ങളില് മരിക്കാൻ പോകുന്ന ഒരാളിന്റെ പ്രാർത്ഥനയാണ് എന്ന വിശ്വാസം ഇതിലുണ്ട്. അതായത് അജ്ഞാനിയാണ് മരിക്കുന്നത്. അജ്ഞാനിക്ക് മാത്രമേ ശരീരമാണ് താനെന്ന് തോന്നുകയുള്ളൂ. ജ്ഞാനിക്ക് താൻ ശരീരമല്ല എന്നറിയാം. മരണം ശരീരത്തിനുള്ളതാണ്. അപ്പൊ അജ്ഞാനി എങ്ങനെയാണ് താൻ മരിച്ചു പോകുന്നു കരുതുന്നു. അതുകൊണ്ടാണ് അവിദ്യ കൊണ്ട് മരണത്തെ തരണം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ മരിക്കാൻ പോകുന്ന ആ വ്യക്തി സ്വന്തം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെയാണ് ഈ പറഞ്ഞതിലെ കർമ്മങ്ങളെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കരുതാം. അപ്പൊ ഈ ശ്ലോകം ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കണം. ആരുടെ കർമ്മങ്ങളെയാണ് ഇവിടെ സന്മാർഗത്തിലൂടെ വിടണം എന്ന് പറയുന്നത്? അതായത് അജ്ഞാനിയുടെ കർമ്മങ്ങളാണ്. ജ്ഞാനിക്ക് അങ്ങനെയൊന്നുമില്ല. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലോട്ടെത്തുമ്പോൾ, അവിദ്യയിൽ നിന്നും വിദ്യയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്നവയാണ് ഉപനിഷത്തുകൾ. അങ്ങനെയുള്ള ഈശാവാസ്യ ഉപനിഷത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ശ്ലോകം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നമ്മളെ എത്തിക്കും, അവിദ്യയിൽ നിന്നും വിദ്യയിലേക്ക്. അപ്പൊ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുകയാണ്, അഗ്നിയോട് പ്രാർത്ഥിക്കുകയാണ്, അഗ്നിയെ ഗതിക്കായി വിടുക, സന്മാർഗത്തൂടെ ഞങ്ങളെ. ഇതാണ് അർത്ഥം. ഇങ്ങനെ വേണം അറിയാൻ. ഇനി വീണ്ടും ഹരി ചോദിക്കുകയാണ്, കൂടുതൽ തത്വപരമായ അർത്ഥം ഇതിലുണ്ടോ? നോക്കൂ, നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികളും ഈ ഒരു തലത്തിൽ എത്തി നിൽക്കണം. അവരുടെ ജീവിതം തത്വാന്വേഷണമായിരിക്കണം. എന്ത് കേൾക്കുമ്പോഴും അവർക്ക് തോന്നണം ഇതിൽ തത്വമുണ്ടോ. അങ്ങനെ എത്തുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ എത്തിച്ചേരാവുന്ന വലിയൊരു തലമാണ്. അതായത് ഈ കാണുന്ന പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നുവോ അതിനെയെല്ലാം ഈ സംസാരി കണ്ണുമടക്കി വിശ്വസിച്ചാണ് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മളൊരു 10 കുട്ടികളെ പോലും നമ്മൾ ഇത് ഉപദേശിച്ച് ഇതിനെ ഒന്ന് ഗ്രഹിക്കാൻ സഹായിക്കുമ്പോൾ ആ കുട്ടിക്ക് തോന്നുവാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ള തത്വം എന്താണ്. അത് തന്നെയാണ് ഫിലോസഫി നമ്മൾ ഉദ്ദേശിക്കുന്നത്. തത്വം എന്നത് വീണ്ടും ഞാൻ നിർവചനം ചെയ്യുന്നു. തത് എന്നത് ബ്രഹ്മം, ത്വം എന്നത് ജീവൻ, നീ ബ്രഹ്മമാകുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന ഈ കാണുന്ന ഏതെങ്കിലും കർമ്മത്തിലോ ഈ അനുഭവത്തിലോ ഉണ്ടോ എന്ന അന്വേഷണമാണ് തത്വാന്വേഷണം, തത്വവിചാരം. അപ്പോ തത്വവിചാരം ഉണർത്തിവിടണം എന്നാണ്. അപ്പോഴാണ് ഒരാൾക്ക് ഈ സത്യം അന്വേഷിച്ച് കണ്ടെത്താനും സാധിക്കുന്നത്. എല്ലാത്തിലും അന്വേഷണം, സത്യാന്വേഷണം എന്നാണ്. അന്വേഷിക്കുന്നവന് മാത്രമേ ഈ സത്യത്തിനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു, സത്യാന്വേഷണ ബുദ്ധിയാണ് ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞിട്ടാണ് ഹരിക്ക് ഇത് ഉപദേശിച്ചു തുടങ്ങുന്നത്. അപ്പോ ഗുരു അവസാനം എത്തുമ്പോഴും അതൊന്ന് ഓർമ്മിപ്പിച്ചു വിടുകയാണ്. തത്വപരമായ അർത്ഥമുണ്ടോ എന്ന് ഈ കുട്ടി അന്വേഷിക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഉണ്ടല്ലോ. എവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം നടക്കുന്നത് ഒരൊറ്റ പ്രകൃതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളും ആ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഇത് മറക്കുകയേ ചെയ്യരുത്. നമ്മളും ഒരു നീർത്തുള്ളി പോലെ ആ പ്രപഞ്ച പ്രവാഹത്തിൽ വീണ് കിടക്കുകയാണ്. മാറി നിന്ന് കാണുന്നതല്ല, നമ്മളും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ആത്മാവ് ബ്രഹ്മം എന്നതും നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ഈ കാണുന്ന പ്രകൃതിയെല്ലാം ഒന്ന് തന്നെയാണ്. സകല കർമ്മങ്ങളും നടക്കുന്നത് ആത്മാവിലാണ് അഥവാ ബ്രഹ്മത്തിലാണ്. നമ്മളിൽ കൂടി നടക്കുന്ന കർമ്മങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ എന്ന് കരുതി അവയുടെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുമ്പോഴാണ് ആ കർമ്മങ്ങളിൽ നമ്മൾ ബദ്ധരായിത്തീരുന്നത്. ഇത് നമ്മൾ വീണ്ടും 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 ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് കർമ്മങ്ങളിൽ ബന്ധം സ്ഥാപിക്കുന്നത്? എന്റേതാണ് എന്ന് കരുതുമ്പോഴാണ്. ഇനി അങ്ങനെ ബദ്ധരായി തീരുകയും എന്നിട്ട് ചെയ്ത കർമ്മം തെറ്റിപ്പോയെങ്കിൽ പാപബോധം ഉണ്ടാവും, നന്നായെങ്കിൽ നമുക്ക് പുണ്യബോധവും ഉണ്ടാവും. കർമ്മങ്ങളെല്ലാം അഥവാ ഈശ്വന്റെ ആണെന്ന്, ആത്മാവിന്റെ അഥവാ ഈശ്വന്റെ ആണെന്ന് കാണുമ്പോൾ നാം പാപമുക്തരായി, പുണ്യവിമുക്തരുമായി.
ഈശ്വരന്റെ കർമ്മങ്ങൾ സ്വയം പാപകരമോ പുണ്യകരമോ അല്ല. അതായത് നമ്മൾ യോഗം ചെയ്യാതെ ഭഗവാനോട് കൂടിച്ചേരാതെയാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബദ്ധരായി പോകും. ഒന്നുകിൽ പുണ്യമാണെന്ന് കരുതും, അല്ലെങ്കിൽ പാപമാണെന്ന് കരുതും. രണ്ടും കർമ്മബന്ധമാണ്. ജ്ഞാനപ്പാന പൂന്താനം എഴുതുമ്പോ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് എന്ത് കർമ്മമാണ്? പുണ്യകർമ്മവും ഉണ്ട്, പാപകർമ്മവും ഉണ്ട്, മിശ്രകർമ്മവും ഉണ്ട്. ഇതിൽ പുണ്യകർമ്മം സ്വർണ്ണച്ചങ്ങലയെങ്കിൽ പാപകർമ്മം ഇരുമ്പ് ചങ്ങല. ഇത് രണ്ടും കൂടി ചേർന്നതാണ് മിശ്രകർമ്മം. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ചങ്ങല ഏതായാലും ചങ്ങല തന്നെയാണ്. ഇത് ബന്ധമാണ്. നമ്മൾ എങ്ങനെ കരുതിയാലും സങ്കല്പം കൊണ്ട് നമ്മൾ ബന്ധിപ്പിച്ചു കളയും. അപ്പോ കർമ്മത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ബന്ധം സ്ഥാപിക്കരുത്. അപ്പൊ എന്ത് സങ്കല്പിച്ചിട്ടാണ് കർമ്മം ചെയ്യേണ്ടത്? എല്ലാം ഈശ്വരന്റെ കർമ്മമാണ്, എല്ലാം ഇവിടെ നടക്കുന്നതാണ്. ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു രീതിയിലും കർത്തൃത്വം ഇല്ല. ഇത്ര ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ കർമ്മമുക്തരാവും. പക്ഷെ ഇതിനെ നിരന്തരം ചിന്തിച്ച് ധ്യാനിച്ച് ഉറപ്പിക്കണം. അതാണ് ഗുരു ഇനി ബാക്കി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ, അപ്പൊ ഇത് എല്ലാവരുടെയും സംശയമാണ്, ഒരു സാധാരണ വ്യക്തി ചിന്തിക്കാവുന്ന സംശയമാണ് ഇനിയിപ്പോ ഹരി ചോദിക്കാൻ പോകുന്നത്. ഈ ചോദ്യവും നമ്മൾ നല്ലവണ്ണം പഠിച്ചിട്ട് വേണം കുട്ടികളോട് സംസാരിക്കാൻ. അപ്പൊ കുട്ടികൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഹരിയുടെ ചോദ്യമാണ്, ചിലരെങ്കിലും ഏതെങ്കിലും ക്രൂരകൃത്യവും ചെയ്തിട്ട് ഇത് ഞങ്ങൾ ചെയ്തതല്ല ദൈവമാണ് ചെയ്തതെന്ന് ന്യായീകരിച്ചാലും, അങ്ങനെ വരുന്നുണ്ടല്ലോ. വേദാന്ത ശാസ്ത്രത്തിനെ നമ്മൾ അംഗീകരിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ഈ ചോദ്യത്തിനെ അഭിമുഖീകരിക്കാറുണ്ട്. നമ്മളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെ ഉത്തരവാദിത്വം ഈശ്വരനാണെങ്കിൽ, അപ്പൊ ഞാൻ ചെയ്ത എല്ലാ മോശക്കാര്യം ഈശ്വരൻ പറഞ്ഞിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം. നോക്കൂ, ഏതൊന്നിനെയാണോ നമ്മൾ സമീപിക്കുന്നത് അതിനെ നമുക്ക് ഒരു 360 ഡിഗ്രിയിൽ കാണാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം. വേദാന്ത ശാസ്ത്രത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന്റെ പൂർണ്ണാനുഭവം ഉണ്ടാവില്ല. നമ്മൾ ഒരു കെട്ടിടത്തിന്റെ ഒരു വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, മുഴുവനായി നമുക്ക് അതിനെ പിടികിട്ടില്ല. പല വശങ്ങളിൽ നിന്നെടുത്ത് അതിനുശേഷം അതിനെ നമ്മൾ മനനം ചെയ്യണം. നമ്മുടെ ഉള്ളിൽ അറിവാക്കി തീർത്ത്, അപ്പോഴാണ് നമുക്ക് അതിന്റെ പൂർണ്ണമായ ഭാവം, പൂർണ്ണമായ ആ ഒരു രൂപം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അത് പൂർണ്ണമായി നമ്മളിൽ എത്തുമ്പോൾ അതൊരു അറിവായി നമ്മുടെ ഉള്ളിലെത്തും. ഒരാൾക്ക് ഒരേ സമയം നമ്മുടെ പ്രത്യക്ഷമായ കണ്ണുകൊണ്ട് ഒരിക്കലും ഒരു കെട്ടിടത്തിന്റെ ഉൾഭാഗത്തിനെയും ബാഹ്യഭാഗത്തിനെയും 4 വശങ്ങളെയും കാണാനേ സാധ്യമല്ല. പക്ഷെ നമ്മൾ 4 വശങ്ങളിൽ നിന്ന് നോക്കിയിട്ട് അതിനെ ഉള്ളില് പരോക്ഷമായ അറിവ് കൊണ്ട് നമ്മൾ അതിനെ സ്വാംശീകരിച്ച് അതിന്റെ ഭാവം ഉൾക്കൊള്ളും. ഇങ്ങനെയാണ് സത്യത്തിനെയും സമീപിക്കേണ്ടത്. അപ്പോ ആദ്യം കേൾക്കുന്നതെല്ലാം നമുക്ക് അങ്ങനെ ഇതാണോ ശരി, അല്ലെങ്കിൽ ഇതല്ലയോ ശരി എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഉദാഹരണം ഈശാവാസ്യ ഉപനിഷത്തിന്റെ തദ്ദേജതി തന്നേജതി തദ്ദൂരേ തദന്തികെ എന്ന് പറയുന്നുള്ള ശ്ലോകങ്ങളാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമായി അതിനെ അറിഞ്ഞു വെച്ചാൽ നഷ്ടമാണ്. കാരണം ആർക്കാണ് ഇതൊരിക്കലും ഇങ്ങനെ കരുതുന്ന ഒരാളിനെ ഇതൊരിക്കലും തെളിഞ്ഞു കിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ക്ഷമയോടെ അതിനെ സമീപിക്കണം. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഇതിന് പോകാമെങ്കിൽ സത്യത്തിനെ അറിയുന്നവന് ആത്മലാഭം ഉണ്ടാവും, സത്യത്തിനെ അറിയാത്തവന് ഒന്നുമേ കിട്ടുന്നില്ല എന്നാണ്. അതുകൊണ്ട് നിജലാഭ സന്തുഷ്ട എന്നാണ്. നിജലാഭ തുഷ്ട, അവനവന് കിട്ടുന്ന ലാഭം, അതിലാണ് തുഷ്ടി, അതിലാണ് സന്തുഷ്ടി വരേണ്ടത്. അതിനെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിനെയൊക്കെ സമീപിക്കാൻ. അല്ലാതെ ഈ പറഞ്ഞ പോലെ വിപരീത ജ്ഞാനം ഉണ്ടാക്കി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് തർക്കവും വാദവും ഉന്നയിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ ഇവിടെ ഹരി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഗുരു ചോദിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആരുടെയെങ്കിലും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതുകൂടി നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഗുരു ഉത്തരം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഈ വാദഗതി യഥാർത്ഥ ദൈവേച്ഛ അറിഞ്ഞ് അതുമായി താതാത്മ്യപ്പെട്ട് ജീവിക്കുന്നവരുടേതല്ല. കണ്ടോ, ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? യഥാർത്ഥത്തിൽ സത്യമറിഞ്ഞ് ദൈവേച്ഛ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാത്തിന്റെയും ഉടമയായ, എല്ലാത്തിനെയും അറിയിക്കുന്ന അറിവായി നിൽക്കുന്ന ഈ ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന നമ്മുടെ ഉണ്മസ്വരൂപമായ പ്രകാശത്തിലാണ് ഈ കാണുന്നതെല്ലാം എന്ന് അറിയുന്നവന് ഈ ചോദ്യം വരില്ല. ഈ നിലപാടിനെ ഒരു വാദഗതിയായി മാത്രം കണക്കാക്കി
അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന അവിവേകികളുടേതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം വിശദീകരിച്ചത്. അപ്പോ അതേസമയം ദൈവേച്ഛയ്ക്കൊത്ത് ജീവിക്കുന്നവർ ജീവിതത്തിൽ ചെയ്യാനിടയാകുന്ന ഓരോ കാര്യവും അത് ഈശ്വരന്റെ കർമ്മമാണ്, ഞാൻ ഒരു ഉപകരണം മാത്രമാണ്, ഞാൻ ചെയ്യുന്നത് ഏതും ദൈവേച്ഛയ്ക്ക് നിരക്കുന്നതേ ആകാവൂ എന്നായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ഭയവും വേണ്ട, ചെയ്യുന്നതെല്ലാം അതിനനുസരിച്ചായിരിക്കും. സങ്കല്പം എങ്ങനെയോ അങ്ങനെയാണ് ജീവിതം. യഥാർത്ഥത്തിൽ നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. നമ്മൾ അതിനെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഈ കാണുന്നത് എല്ലാം നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിന്റെ പഠനവും നമ്മളെല്ലാം എത്ര ശ്രമിക്കുന്നു ഇതിനെല്ലാം വേണ്ടി. ഇങ്ങനെയെല്ലാം കിട്ടുമ്പോൾ നമ്മളിലെ മനോഭാവം മാറിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതായത് മനസ്സാണ് എല്ലാത്തിനെയും ഉണ്ടാക്കി കാണിക്കുന്നത്, മനസ്സാണ് എല്ലാത്തിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആ മനസ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ആ മനസ്സിലാണ് ഈ സത്യത്തിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു നിശ്ചയാത്മിക ബുദ്ധി ഉണ്ടായിരിക്കണം. വ്യാവസായാത്മിക ബുദ്ധി, ഉറച്ച ബുദ്ധി. ആ ബുദ്ധിയിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് നമ്മൾ പറയുന്നത് പോലെ കേൾക്കും. ബുദ്ധി നിശ്ചയിച്ചതല്ലെങ്കിൽ മനസ്സ് പലയിടത്തായി കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈശ്വരാർപ്പണ ബുദ്ധിയാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ കർത്തൃത്വത്തിനെ ഒഴിവാക്കാൻ ബുദ്ധിയിൽ നമ്മൾ വിവേകത്തോടുകൂടി ചിന്തിച്ചു തുടങ്ങും. അപ്പൊ മനസ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ അറിയുകയാണ്, അതായത് ഞാൻ ഈശ്വരാംശമായിരിക്കുന്നത് പോലെ സകലരും ഈശ്വരാംശമാണ്. വേദാന്ത ഗ്രഹണത്തില് അവസാനം എത്തുന്നത് നമ്മൾ അതിലാണ്. എല്ലാം ഈശ്വരനാണ്. ഞാനും ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് മറ്റൊരുവനെ ദ്രോഹിക്കുന്നത് ഞാൻ എന്നെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ഞാൻ അത് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഉത്തരവാദിത്വ ബോധമായിരിക്കും യഥാർത്ഥത്തിൽ സത്യാവബോധമുള്ള ആളിന് ഉണ്ടായിരിക്കുക. ഗുരുവിന്റെ ശിവശതകം അറിയാതെ ഓർത്തു പോവാണ്. അഹമൊരു ദോഷവും വരുത്താതെ എന്ന് പറഞ്ഞ് ഒരു വരിയുണ്ട് അതിനകത്ത്. അപ്പോ അതുപോലെയാണ് അറിഞ്ഞ് വരുന്തോറും, അതായത് നമുക്ക് തോന്നും ഞാനും ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ ഞാൻ ആരോടാണ് ദ്വേഷിക്കേണ്ടത്? ഇവിടെ എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ ആരോടും രാഗമോ ദ്വേഷമോ ഇല്ല, ഭേദചിന്തയേ ഇല്ല. മരിക്കാൻ പോകുന്ന ആള് ഐശ്വര്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? വീണ്ടും ചോദിക്കുകയാണ്. ആ ശ്ലോകം വെച്ചിട്ട് ഹരി പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഇത് മരിക്കാൻ പോകുന്ന ആളിന്റെ പ്രാർത്ഥനയാണെന്ന് കരുതുന്നവരുടെ കണ്ണിൽ മരണശേഷം സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിക്കാൻ ഇടയാകണേ എന്നതാണ് ആളിന്റെ അനുഗ്രഹം. അപ്പൊ ഇവിടെ നമ്മള് രണ്ട് തരത്തിൽ കാണുകയാണ്. അജ്ഞാനികളുടെ ചിന്ത എന്താണ്, സത്യമറിഞ്ഞ ജ്ഞാനികളുടെ ചിന്ത എങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെയാണ് ഇവിടെ ജീവിതം. ചിത്തമേവഹി സംസാരഹ എന്നാണ്. ചിത്തം എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടെ ലോകം. ഇതൊക്കെ വിചാരം ചെയ്യൂ. അവനെ എങ്ങനെ സങ്കല്പിക്കുന്നുവോ അങ്ങനെയാണ് ജീവിതം. സ്വയം നിസ്സാരരാണെന്ന് കരുതിയാൽ എല്ലായിടത്തും നിസ്സാരമാണ്. അതേസമയം ബ്രഹ്മമാണ് എന്ന് കരുതി നോക്കൂ. കുറച്ചു കഴിയുമ്പോൾ തനിക്ക് അറിയാം താൻ ആരാണ്, ബ്രഹ്മമാകുന്നു. പതുക്കെ നമുക്ക് ഈ അജ്ഞാനം മാറിക്കിട്ടും, ദുഃഖവും മാറിക്കിട്ടും. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ദുഃഖമോചനമാണ് പ്രയോജനം എന്നാണ്. എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ളതില് കുറച്ച് ഈ പറഞ്ഞ പോലെ സംശയമൊന്നും ഉണ്ടാകണ്ട. ഇതൊരു ചാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഗുരു അതിനെ വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സങ്കല്പിക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഗുരു വളരെ ധീരമായി അതിനെ ഇവിടെ നിർവചിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് ശങ്കരാചാര്യർ കരുതുന്നത് മരിക്കുന്ന ആളിന്റെ ആഗ്രഹം മരണശേഷം ജീവൻ ധൂമമാർഗത്തിൽ കൂടി പിതൃലോകത്തിലെത്താതെ അർച്ചിർ മാർഗത്തിൽ കൂടി ബ്രഹ്മലോകത്തിൽ എത്തണേ എന്നാണ്. അതായത് ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യത്തിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ചാന്തോക്യ ഉപനിഷത്തില് ഇത് പറയുന്നുണ്ട്. അജ്ഞാനികൾ പോകുന്നത്, ജീവൻ പോകുമ്പോ അജ്ഞാനികളുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അവരിവിടെ ഇരുന്ന് കരുതുന്നത് എന്താണ്, ഈ ജീവൻ പിതൃലോകത്തിൽ പോകുന്നു, ആ പിതൃലോകത്തിൽ നിന്ന് വീണ്ടും തന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുന്നത് കൊണ്ട് വീണ്ടും താൻ ഒരു ജന്മം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ സങ്കല്പിക്കുന്നു അതുപോലെ വരും. ഇവിടെ എന്താണോ സങ്കല്പിക്കുന്നത് അത് അതുപോലെ ഇവിടെ സ്ഥൂലമായി കാണപ്പെടും. ഇതൊരു നിയമമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ തലത്തില് ബി പോസിറ്റീവ് എന്ന് ആളുകൾ പറയുന്ന ഈ അർത്ഥത്തിലാണ്, നല്ലത് സങ്കല്പിക്കൂ എന്നാണ്. പക്ഷെ സത്യം അറിയാതെ ആർക്കും നല്ലതോ അല്ലെങ്കിൽ ഈ പ്രയോജനകരമായതോ സങ്കല്പിക്കാൻ സാധ്യമല്ല. സത്യം അറിയുന്നവൻ എങ്ങനെയാണ്, തനിക്ക് സ്വയം കർത്തൃത്വം ഇല്ല, സ്വന്തമായി സങ്കല്പങ്ങളൊന്നും അയാൾ ചെയ്യില്ല, പകരം എല്ലാം ഭഗവാനാണ് എന്ന് പറയും. അതിനുള്ള ഒരു ചെറിയ മന്ത്രമാണ് കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവത് കരോമിയത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ ഒരു മന്ത്രം നമ്മൾ പല പ്രാവശ്യം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്.
അത്ര കണ്ട് നമ്മുടെ ഭാവത്തിനെ മാറ്റുന്നതാണ്. ഈ കർത്തൃത്വ ഭാവത്തിനെ മാറ്റണമെങ്കിൽ ഈ മന്ത്രം ഉരുവിട്ടാൽ നമുക്ക് കുറെയൊക്കെ സാധിക്കും. സർവം സമർപ്പയാമി. എങ്ങനെ? കായേന ശരീരം കൊണ്ടോ, വാചേന വാക്കുകൊണ്ടോ, കായേന വാച മനസ്സേന്ദ്രിയർവ മനസ്സുകൊണ്ടോ, ഇന്ദ്രിയങ്ങളെ കൊണ്ടോ, എന്റെ ജീവനെ കൊണ്ടോ, എങ്ങനെയാണെങ്കിലും ഞാൻ എന്തെല്ലാം പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് ചെയ്യുന്നുവോ, അതായത് പ്രകൃതി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എങ്കിൽ എല്ലാം ഭഗവാനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഒരു ഭാവം മതി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ഭഗവാന് വേണ്ടി, ഇത് ഭഗവാന്റേത്, ഇതെല്ലാം ഭഗവാന് സമർപ്പണം. അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. ഈ പറഞ്ഞ പോലെ ഈ സങ്കല്പിച്ച് നടക്കുന്നത് പോലെ സംഭവിക്കുമെന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അതാണ് സംഭവിക്കുന്നത്. അജ്ഞാനികൾ സങ്കല്പിക്കുന്നത് മുഴുവൻ ഇതുപോലെ പിതൃലോകത്തിൽ പോയി. ഉപനിഷത്ത് പോലും ഈ പറയുന്നതിനെ ഇങ്ങനെ പറഞ്ഞത് വിശ്വസിക്കാനല്ല പറഞ്ഞത്, ആ മാർഗത്തിന് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ എത്താത്തതുകൊണ്ട്, എവിടം വരെ പൂർണ്ണമായി സത്യത്തിനെ ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഇതിനെയൊക്കെ സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ഗുരു അതിനെ പറഞ്ഞത്. ചാന്തോക്യ ഉപനിഷത്തിലെ പരാമർശത്തെ അടിസ്ഥാനമാക്കി അജ്ഞാനികളുടെ ജീവൻ മരണശേഷം ധൂമം എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് അവർക്ക് വ്യക്തമായി സത്യം അറിയാൻ സാധിക്കാത്തതുകൊണ്ട് പുക പോലെയാണ്. രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ വഴികളിൽ കൂടി കടന്നുപോയിട്ട് പിതൃലോകത്തിലെത്തും. പിന്നെ അത് കഴിഞ്ഞ് വായു, മേഘം, മഴ എന്നിവയിലൂടെ ഭൂമിയിലെത്തി ധാന്യങ്ങളിൽ പ്രവേശിക്കും. അതുവഴി പുരുഷന്റെ രേതസിലെത്തും. എന്നിട്ട് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജന്മം എടുക്കും. ഇങ്ങനെ ഇത് കഥ കണ്ടോ, കഥ എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ഗുരു ഓർമ്മിപ്പിക്കുന്നത്? ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തും ഉണ്ടായി നിലനിന്ന് മറയുന്നത് അതിലാണ്. അങ്ങനെ കരുതുന്ന ആള് ബ്രഹ്മലോകത്തെത്തും. അതറിയാത്ത ആള് എന്തൊക്കെ സങ്കല്പിക്കുന്നോ ആ ലോകത്തെത്തും. അത്രേ ഉള്ളൂ. അത് വളരെ ലളിതമായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സത്യം അറിയുന്നവൻ സത്യത്തിലെത്തും, സത്യം അറിയാത്തവൻ അസത്യത്തിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ കറങ്ങിയിട്ടേ പോവുള്ളൂ. അതാണ് സംസാര ചക്രം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇവിടെ ബാക്കി കൊണ്ട് വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് പറയണു, ഇനി ജ്ഞാനികളുടെ ജീവനും സത്യം അറിഞ്ഞവരുടെ ജീവൻ അത് പ്രകാശമാണ്, അച്ചിസ്. അതോ അത് പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം എന്നീ വഴിക്ക് പോയി ബ്രഹ്മലോകത്തിലെത്തും. അപ്പൊ ജ്ഞാനിയുടേത് ഇപ്പൊ ഇരിക്കുന്നത് അവസാന ശരീരമായിരിക്കും. ആ ശരീരം വീണാൽ ആ ജീവൻ പിന്നെ അവിടുന്ന് നേരെ ബ്രഹ്മലോകത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ തിരികെ വരില്ല. എന്നാൽ ചാന്തോക്യ ഉപനിഷത്തിലെ സന്ദർഭം സൂക്ഷ്മമായി പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും ഉപനിഷത്ത് സന്ദേശത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതിന്റെ ഫലമായുണ്ടായ വിശ്വാസമാണ് ഇത്. അതായത് ഇനി പറയേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരൊറ്റ ബ്രഹ്മസത്യത്തിൽ നിന്നും സകലതും രൂപപ്പെടുന്നു, അതിൽ തന്നെ തിരികെ ലയിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത്. ഇതാണ് സത്യമെങ്കിലും ജ്ഞാനി മാത്രമേ ഈ രഹസ്യം അറിഞ്ഞു ജീവിക്കുന്നുള്ളൂ. അജ്ഞാനി സ്വന്തം ജീവിതത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണ വച്ച് പുലർത്തി ജീവിക്കും. ഈ വ്യത്യാസം വരച്ചു കാണിക്കുന്നതാണ് ഉപനിഷത്ത് സന്ദർഭം. ഉപനിഷത്ത് തെറ്റെന്നല്ല പറഞ്ഞത്. ഉപനിഷത്ത് സന്ദർഭത്തിനെ മറ്റുള്ളവർ വ്യാഖ്യാതാക്കള് വിശ്വാസമാക്കി തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ഗുരുവിടെ പറഞ്ഞത്. അതായത് ജ്ഞാനി എന്താണോ നമ്മുടെ ചിന്ത, അങ്ങനെയാണ് നമ്മുടെ പോക്ക്, ഗതി. അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. നല്ല സങ്കല്പമാണെങ്കിൽ നല്ല ജീവിതം, അത് മോശം സങ്കല്പമാണെങ്കിൽ, അറിവില്ലായ്മ നിമിത്തം മോശം സങ്കല്പമാണെങ്കിൽ മോശമായ ജീവിതം. നമ്മുടെ കൂട്ടുകെട്ട് പോലും നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല ജീവിതം, മോശം കൂട്ടുകെട്ടാണെങ്കിൽ മോശം ജീവിതം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കൂട്ടുകെട്ട് മനസ്സുമായിട്ടാണ്. മനസ്സെങ്ങനെ സങ്കല്പിക്കുന്നുവോ അങ്ങനെ ജീവിതം. അതായത് അറിവ് നേടിയ മനസ്സാണെങ്കിൽ അത് നല്ല സങ്കല്പത്തിൽ കൊണ്ടെത്തിക്കും, അറിവില്ലാത്തതാണെങ്കിൽ മോശ സങ്കല്പത്തിൽ. അതാണല്ലോ മനുഷ്യരുടെ തെറ്റിദ്ധാരണകളെല്ലാം. വേദാന്ത ഗ്രഹണം എപ്പോഴും സത്യത്തിനെ നിർവചിക്കുന്നതാണ്. അപ്പൊ സത്യസങ്കല്പം ഒരാളെ സുഖകരമായ ജീവിതത്തിലോട്ട് നയിക്കും, അസത്യസങ്കല്പമാണെങ്കിൽ ദുഃഖകരമാക്കും. അവസാനം ശരീരം വിടുമ്പോഴും അങ്ങനെ തന്നെ. അജ്ഞാനത്തിലാണ് മനസ്സ് സങ്കല്പിക്കുന്നതെങ്കിൽ അയാൾ ഈ പറഞ്ഞ പോലെ മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കും. സത്യം അറിഞ്ഞ ആളിനെ ഇവിടെ ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മത്തിലാണ് എല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നതെന്ന് അറിയുന്ന ആള് ശരീരത്തിൽ ഇരിക്കവേ ഈ സത്യം അറിഞ്ഞാൽ തന്റെ ശരീരം പോയാൽ എവിടെ എത്തും? ബ്രഹ്മത്തിലെത്തും. അത്ര ലളിതമാണ് ഈ ഒരു സത്യം. മോക്ഷം എന്നത് അത്രയേ ഉള്ളൂ. സങ്കല്പം എങ്ങനെയോ അങ്ങനെ ജീവിതം. അതുകൊണ്ടാണ് സത്യസങ്കല്പത്തിൽ ഇരിക്കൂ. ഈ കാണുന്ന അറിവിനെയെല്ലാം ഗ്രഹിച്ച് നമ്മൾ ധ്യാനിച്ച് ആ സത്യത്തിനെ ഉറപ്പിച്ച് അവസാനം നമ്മുടെ ശരീരവും വിടുമ്പോ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ഉറപ്പിൽ ഇതിനിറങ്ങും. അപ്പൊ പിന്നെ തീർന്നു. അപ്പൊ പിന്നെ നമ്മൾ ഇനി ജനിച്ചു വരുന്നില്ല. അതാണ്. ഇനി അടുത്ത പറയുന്നു, ഈ ജീവന്റെ ഈ പറഞ്ഞ രണ്ട് ഗതികളെ ശുക്ലഗതി എന്നും കൃഷ്ണഗതി എന്നും ഭഗവത്ഗീതയിൽ വിവരിക്കുന്നു.
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ രണ്ട് ഗതികളെയും അംഗീകരിക്കാതെ യോഗിയായി തീർന്നാ മതി എന്ന ഉപദേശമാണ് ഗീത അവിടെ വ്യക്തമായി നൽകുന്നത്. ഭഗവത്ഗീത വലിയൊരു ഉപനിഷത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉപനിഷത്തിനെയും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് ഭഗവത്ഗീത. ഉപനിഷത്ത് സാരസംഗ്രഹമാണ്, എല്ലാ ഉപനിഷത്തിനെയും ചേർത്താണ് പറയുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് നല്ലവണ്ണം പഠിക്കാൻ സാധിക്കുമെങ്കിൽ, അതിനെ ഒന്ന് അറിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് പ്രയോജനകരമാവും. അതിൽ ഗുരുവിന് പോലും യാതൊരു രീതിയിൽ എതിർപ്പില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് അടുത്ത അനുബന്ധം. ഭഗവത്ഗീതയാണ് ആ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. അത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭഗവത്ഗീത അറിയാം. അപ്പോ ഈ രണ്ട് ചിന്തയും വേണ്ട. യോഗമായാ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ചാൽ മതി. അതാണ് ഭഗവത്ഗീത മുഴുവൻ യോഗം. ആദ്യം മുതൽ അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം എന്ന് പറഞ്ഞു പോകുന്ന യോഗമാണ് അവിടെ കൂടിച്ചേരൽ. ആത്മാവും ബ്രഹ്മവും ഒന്നു തന്നെ എന്ന കൂടിച്ചേരൽ വന്നാൽ ഇവിടെ ഒരു സങ്കല്പവും ഇല്ല. ആ സങ്കല്പം പോയാൽ നമ്മൾ എന്തായി കഴിഞ്ഞു? സത്യം അറിഞ്ഞ് സത്യമായി കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു സങ്കല്പത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഗീത, ഭഗവത്ഗീത. അപ്പോ സത്യം അറിഞ്ഞവന്റെ കണ്ണിൽ മരണം സത്യമല്ല, പ്രപഞ്ചത്തിലെ മാറ്റങ്ങളുടെ ഭാഗമായ ഒരു പ്രതിഭാസം മാത്രമാണ്. കണ്ടോ, മരണത്തെ കടക്കുന്നു എന്നാണ്. ജ്ഞാനി മരണത്തെ കടക്കുന്നു, സൃഷ്ടിയെ ജയിക്കുന്നു എന്നാണ് ഉപനിഷത്ത്. കാരണം മരണത്തെ അയാൾ അറിയുന്നില്ല. കാരണം ശരീരമാണ് താൻ എന്നുള്ള ആ അജ്ഞാനിയുടെ അറിവില്ലായ്മ ജ്ഞാനിക്കില്ല. ശരീരം താനല്ല. ആ ജ്ഞാനിക്ക് നല്ല അനുഭവം താൻ ആരാണ്? അറിവേ സ്വരൂപം, താൻ ബ്രഹ്മമാകുന്നു. ശരീരത്തിനാണ് മരണം, ശരീരത്തിനാണ് ജനനം. ശരീരം ഇവിടെ ഉണ്ടായി നിലനിന്ന് പരിണമിച്ചു പോകുന്നതാണ് എന്ന് സത്യമായും അറിയാവുന്ന ആളിനെ സംബന്ധിച്ച് ഒരിക്കലും അയാൾക്ക് മരണം എന്ന പ്രതിഭാസം ഇല്ല തന്നെ. അതേസമയം മരണം ഇല്ലാത്തതാണെങ്കിൽ അയാൾക്കറിയാം മരണാനന്തരം എന്ന ചോദ്യവുമില്ല. അപ്പൊ ആർക്കാണ് ഈ മരണാനന്തരം എന്ന ചോദ്യം വരുന്നത്? അത് സ്വാഭാവികമായിട്ട് അജ്ഞാനിക്കായിരിക്കും. കാരണം എല്ലാരും ചോദിക്കുന്നത് മരണം കഴിഞ്ഞാൽ എന്താണ്? കാരണം എല്ലാരും വിചാരിക്കുന്നു ഞാൻ ശരീരമാണ്, അപ്പൊ ശരീരത്തിൽ മരണം കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ഞാൻ ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഞാൻ ശരീരത്തിൽ നിന്നും പോയാൽ എവിടെ പോകും? ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? ശരീരത്തിൽ പാദം മുതൽ തല വരെ അന്വേഷിച്ചു നോക്കൂ. എവിടെയാണ് ഈ ഞാൻ ഇരിക്കുന്നത്? ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അറിവേ സ്വരൂപമാണ്, ബോധമാണ്. ശരീരത്തിനെ ഞാൻ സങ്കല്പിച്ചു കൊണ്ട് നടക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഇത് വീണ്ടും വീണ്ടും ഇത്രയൊക്കെ എത്തിയപ്പോ നമ്മൾ വിചാരം ചെയ്തെടുക്കേണ്ടതാണ്. ഇനി പാപബോധം ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യാനിടയാകുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മമാണെന്ന് ധരിക്കുമ്പോഴാണ്. അതാണ് വഞ്ചന ചെയ്യുമേനസ്. അതായത് നമ്മൾ തന്നെ കർത്തൃത്വം ഭാവിച്ചാൽ പാപവും പുണ്യവും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണെന്ന് കരുതി നമ്മൾ കൂടുതൽ ഇതിനകത്ത് ബന്ധപ്പെടും. പാപം ചെയ്താലും പുണ്യം ചെയ്താലും ബന്ധമാണെന്നാണ്. അതായത് പാപം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരിഹാര മാർഗങ്ങളൊക്കെ കാണും. ആ പരിഹാര മാർഗത്തിന് ഫലം കിട്ടുമെന്ന് കരുതും. ഇങ്ങനെ എന്തെന്ത് സങ്കല്പിച്ചു പോകുന്നു അതൊക്കെ നമ്മളിൽ ചങ്ങലക്കണ്ണികളായിട്ട് പിടിക്കുകയാണ്, കർമ്മബന്ധം. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതായത് ഈ അവിദ്യയിൽ നിന്നും മുക്തി നേടണം, വിദ്യ സമ്പാദിക്കണം. സകല പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടും ഈ അവിദ്യയിൽ നിന്ന് പോയാൽ. ഈ അവിദ്യ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്ന വഞ്ചന ചെയ്യും ഏനസ്. പാപമെന്നും അധോഗതിക്ക് കാരണമായതുമെന്നും ഒക്കെയാണ് ഏനസ് എന്ന വാക്കിനർത്ഥം. നമ്മൾ അങ്ങനെ ഉപനിഷത്തിന്റെ അവസാനം കണ്ടു എന്നാണ്. എങ്കിലും ചില കാര്യങ്ങൾ കൂടി അതിനെപ്പറ്റി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അടുത്ത ആഴ്ച പറയാമെന്ന് ഗുരു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവസാനത്തെ ശാന്തി മന്ത്രത്തോടുകൂടി ഇത് അവസാനിക്കും. അപ്പോ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോ പോലും ഏകദേശം നമ്മൾ അനുഭവത്തിൽ എത്തുന്നില്ലെങ്കിൽ മനനം പ്രധാനമാണ്. വീണ്ടും വീണ്ടും ധ്യാനം ചെയ്യണം. ഈ ഞാൻ ആരാണ്? എനിക്ക് എന്ത് കർത്തൃത്വമാണ് ഇവിടെ? എല്ലാം ഒരേ ഈശ്വരനിലാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ആരാണ്? ഈ മാറി നിന്ന് ചിന്തിക്കുന്ന എന്റെ അഹങ്കാരം എന്താണ്? ഞാൻ അഹങ്കാരമല്ല, അഹം ബോധമാണ് എന്നറിഞ്ഞ് അനുഭവിക്കണം. അപ്പോ അഹം ബോധമെന്ന് കൂടുതൽ വിചാരം ചെയ്യും തോറും താൻ അഖണ്ഡ ബോധമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അണുവും അഖണ്ഡത്തിൽ അംഗമില്ലാതണയും എന്നാണ് ഗുരു പറയുന്നത്. അനുഭവിയാതറിയില്ല. ആ മൗനഘന അമൃതാബ്ധി, അതിലെത്താനാണ് നമ്മളിത് ഓരോ ദിവസവും ഇതിനെ ഇങ്ങനെ വിചാരം ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കിതവിടെ അവസാനിപ്പിക്കാം. അത് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.